ഇന്നത്തെ നമ്മുടെ യാത്ര ഡോളർ ട്രീയിലേക്കാണ്. ഈ അമേരിക്കയിലുടനീളമുള്ള ഒരു ചെയിൻ ഓഫ് ഷോപ്സാണ് ഡോളർ ട്രീ എന്ന് പറയുന്നത്. ഇവിടെ പണ്ടൊക്കെ $1 സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പോൾ അതല്ലാന്ന് പറയുന്നു. ഇവിടെ ഇന്നേ സൂപ്പർ വെയിലാട്ടോ, ഭയങ്കര പൊള്ളുന്ന ചൂടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഡോളർ ട്രീ കാണാൻ പോവാണ്. വന്നു ഏതാണ്ട് 2 മാസത്തോളം സമയമായി, ഇനി തിരിച്ചു പോകേണ്ട കാലമായി. അപ്പോൾ ഇനി കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു തീർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ അടുത്തടുത്തുള്ളതൊക്കെ ഞാൻ നടന്നു പോയി തന്നെയാണ് കാണുന്നത്. അങ്ങനെ ഇന്ന് ഞാൻ നടക്കുന്നത് ഡോളർ ട്രീയിലേക്കാണ്. ഒരു ഫയർ എഞ്ചിൻ ഇത് മിന്നലായിട്ട് പോകുന്നു. ഇന്നലെ ഇവിടെ ഒരു ഗൺ ഷൂട്ട് നടന്നല്ലോ, അപ്പം മനുഷ്യരൊക്കെ കുറച്ചൊക്കെ അലേർട്ടാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്നോടന്നേ ഏതാണ്ട് 10 മിനിറ്റേ ഉള്ളൂ ഡോളർ ട്രീയിലേക്ക് നടക്കാനായിട്ട്. അപ്പം നമ്മൾ ഡോളർ ട്രീയുടെ അടുത്ത് എത്താറായി. ഇപ്പോൾ ഏതാണ്ട് 12 മണി കഴിഞ്ഞു. ഭയങ്കര ചൂടാണ്, പക്ഷെ വേർക്കില്ല എന്ന് മാത്രം. ഇതിവിടെ സ്ഥിരം കേൾക്കുന്ന ഒന്നാണ്. ഇന്നലെ സ്പേസ് നീഡിലിൻ്റെ അവിടെ ഒരു ഗൺ ഷൂട്ട് നടന്നല്ലോ, അതുകൊണ്ട് മനുഷ്യരൊക്കെ കുറേയൊക്കെ അലേർട്ടാണ്. പിന്നെ എപ്പോഴും കേൾക്കാം കേട്ടോ ഈ പോലീസ് വണ്ടി ഇങ്ങനെ പാഞ്ഞു പോകുന്നത്. ഈ ഒരു കടയുടെ മുകളിലേ ഒരു പശുവിനെ അതേപടി നിർത്തിയിരിക്കുക കേട്ടോ. സൂപ്പർ അഡ്വർടൈസ്മെൻ്റ് ആണ്. ഇതാണ് ഇവിടെയുള്ള ഡോളർ ട്രീ. നമ്മൾ ഏതാണ്ട് അടുത്തെത്തിക്കഴിഞ്ഞു. പിന്നെ ഈ സമയം ആയതുകൊണ്ട് വലിയ ക്രൗഡൊന്നും കാണില്ല എന്ന് വിചാരിക്കാം. പണ്ടേ ഇതൊരു $1 ഷോപ്പായിരുന്നു, ഇപ്പം എങ്ങനെയാണെന്ന് നോക്കാം. ആണ് ഡോളർ ട്രീയുടെ ഫ്രണ്ട് വശം. ഈ സമയത്തും ഇവിടെ ഷോപ്പിങ്ങിന് വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നട്ടുച്ചയാണ്, എന്നാൽ പോലും ഉണ്ട് ആൾക്കാരിവിടെ. അപ്പം നമുക്ക് ഇനി ഇതിനകത്തോട്ട് കയറാം. വെളി തന്നെ ഇങ്ങനെ 2 സ്റ്റാൻഡ് നിറച്ച് ഫ്ലവേഴ്സ് വെച്ചിരിക്കുക. എല്ലാം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. ഭയങ്കര രസമായിട്ടോ കാണാൻ. ഇതിനൊന്നും $1 അല്ല. ഇപ്പോൾ $1 പരിപാടി നിർത്തി, കൊറോണ കഴിഞ്ഞതിന് ശേഷം എന്നാണ് പറയുന്നത്. ഇപ്പം മിനിമം $1.25 ആണ്. അതാണ്ട് ഇതിൽ തന്നെ $5 ഉണ്ട്. സംഭവം പക്ഷെ സൂപ്പറാണ്. ഇതിനെല്ലാം $3 തൊട്ട് $5 വരെയാണ് പ്രൈസ്. ഞാനെല്ലാം കണ്ട് ആസ്വദിച്ചു, ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഇനി അങ്ങോട്ടേ കിഡ്സ് സെക്ഷനാണ്. ഇതെല്ലാം ബർത്ത്ഡേ ബലൂൺസാണ്. കുട്ടികളുടെ സെക്ഷനെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇത് സ്കൂൾ ബാഗ് തുടങ്ങിയാണ്. ഇവിടെ തൊട്ട് അങ്ങോട്ട് പല കളറുള്ള പല സൈസിലുള്ള സ്കൂൾ ബാഗ്സാണ്. അത് കഴിഞ്ഞാൽ പിന്നെയോ പെൻസിലുകൾ, പേനുകൾ, റേസേഴ്സ്, അങ്ങനെ ഒരു കളക്ഷൻ തന്നെയാണ്. ഇവിടെ ഏതെടുത്താലും $1.25 ആണ്. ഏത് പെൻസിൽ കട്ടർ വേണേലും എടുക്കാം. ഈ ഫുൾ കിറ്റിന് $1.25 ഉള്ളൂ. ഇതൊരു നല്ല സാധനം കേട്ടോ. പേനയിലിടാൻ പറ്റുന്ന ഗ്രിപ്പുകളാണ്. ഈ ലോങ് ടേം പേന പിടിച്ച് എഴുതേണ്ടവർക്ക് നല്ലൊരു സഹായമായിരിക്കും. പേനയിലോട്ട് ഇതിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഫിംഗേഴ്സ് വേദനിക്കില്ല. ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അമങ്ങിപ്പോവും. അപ്പം നല്ല അഡാപ്റ്റബിലിറ്റി ഉണ്ട്. പേനയായിട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കും, കൈയും വേദനിക്കില്ല. ഇത് കൊള്ളാട്ടോ. ഇതാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ സെക്ഷൻ. ഇതൊക്കെ സാധാരണ ട്രേ തന്നെ, നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് തന്നെ. ഇത് കൊള്ളാലോ. ഈ പാവകളിക്കൊള്ളയെ പാവ പോലെ തന്നെയുണ്ട്. ഇതെല്ലാമേ വെൽക്കം നോട്ട്സ് ആണ്. ഈ മെറ്റലിലാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഹാങ് ചെയ്തിരിക്കുന്നതാണെങ്കിലും ചാക്കുനൂലിലാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പല ഡിസൈൻ ഉണ്ട് ഇവിടെ. പല കളറുള്ള പംകിന്, അതും സ്പോഞ്ചിൻ്റെ കേട്ടോ. പംകിനാണല്ലോ ഇവിടുത്തെ മെയിൻ താരം. ഇങ്ങനത്തെ കറുത്ത പൂക്കളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ സെക്ഷനാണ്. ഇതേ എനിക്ക് ഇഷ്ടപ്പെട്ട ഏരിയ ആയിരുന്നു, നമ്മുടെ പണിയായുധങ്ങളുള്ള ഏരിയ. അത്യാവശ്യം കൃഷിപ്പണിക്ക് ആവശ്യമായ എല്ലാം ഉണ്ട് കേട്ടോ. 3 പല്ലുള്ള ഒരു മണ്ണുമാന്തിയ ഇത് നമുക്ക് വീട്ടിലുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം നല്ലതാണ്, സ്റ്റഡിയാണ്, ഫോമുമാണ്. പിന്നെ ഇത് നമ്മുടെ തൂമ്പയിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇതിനെല്ലാം $1.50 ആണ്. ഇത് കരണ്ടിയ, ഇതും കൊള്ളാം. ഇതെല്ലാം പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൻ്റെ സെക്ഷനാണ്.
ഇതൊക്കെ വാങ്ങുന്നതിന് കുഴപ്പമില്ല, കാരണം ഇതൊന്നും കൺസ്യൂം ചെയ്യുന്നതല്ലല്ലോ. അങ്ങനെ ക്വാളിറ്റി വൈസ് ഇവിടെ അത്ര നല്ലതല്ലാന്ന് തോന്നുന്നു. ഇതൊന്നും നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കുകളല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ പല ക്വാളിറ്റിയാണല്ലോ. അപ്പോൾ ഈ ഡോളർ ട്രീയിൽ കിട്ടുന്നത് അങ്ങ് ഹൈ എൻഡ് ക്വാളിറ്റിയാണെന്ന് ഉള്ള ധാരണ എനിക്ക് പണ്ടേ ഇല്ലായിരുന്നു. ഇപ്പോൾ അത് കണ്ടുബോധിച്ചു. ഫുഡ് ഒഴികെ മറ്റെന്ത് സാധനവും അടച്ചു വെക്കാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സാണ്. ഇതിനെല്ലാം അടപ്പും ഉണ്ട് കേട്ടോ. ഇതൊക്കെ കൊള്ളാം. ഇത് ഗ്രീറ്റിംഗ് കാർഡ്സിൻ്റെ സെക്ഷനാണ്. ഏത് ഒക്കേഷനും ചേരുന്ന ഗ്രീറ്റിംഗ് കാർഡ്സ് ഇവിടെയുണ്ട്. ബർത്ത്ഡേ, എൻഗേജ്മെൻറ്റ്, പിന്നെന്താ ഗെറ്റ് വെൽ സൂൺ, അങ്ങനെ 100 കാർഡുകൾ എല്ലാം ഹോൾമാർക്കിൻ്റെയാണ്. ഒരു പാർട്ടി അറേഞ്ച് ചെയ്യണോ, പിന്നെ എങ്ങും നോക്കണ്ട, ഡോളർ ട്രീയിലേക്ക് പോയാൽ മതി. അവിടെ സകല സാധനങ്ങളും കിട്ടും. A to Z പാർട്ടി സാധനങ്ങൾ ഇവിടെ വളരെ ചീപ്പുമാണ്, വളരെ നല്ലതുമാണ്. പാർട്ടി സപ്ലൈസിൻ്റെ ഏരിയയാണിത്. എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ഇങ്ങനെയുള്ള ഒരു മോള് ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. ചില സാധനങ്ങളെ നല്ല ഫണ്ണിയാണ്. ഒരു സ്കെൽട്ടൻ തലയിൽ ഒരു ബൗളും ചുമന്നുകൊണ്ട് നിൽക്കുന്നു. ഇതിൻ്റെ വിലയോ $7. ക്രിസ്മസ് എത്തിയില്ല, അതിനു മുമ്പേ ഇതേ ഋത്തുകളൊക്കെ ഇവിടെയുണ്ട്. ഇത് ബ്ലാക്ക് ഋത്ത് വരെയുണ്ട്. ഈ ഗ്ലാസ് ജാറുകളിലെല്ലാം ക്യാൻഡിൽസ് ആണ്. ഇതെല്ലാം സെൻറ്റഡ് ആണ്. പിന്നെ ഇതിനകത്തിൻ്റെ എല്ലാ ഷേപ്പ് പംകിനാണ്. പിന്നെ ഈ ഇരിക്കുന്നതാണെങ്കിലോ ഈ ചെറിയ കൊട്ട, ഇതും പംകിൻ്റെ ഷേപ്പിലുള്ളതാണ്. ഇവിടെ പംകിനാണല്ലോ മെയിൻ. ഇതെല്ലാം $5 സാധനങ്ങളാണ്. ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇടയ്ക്കിടയ്ക്ക് പംകിനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വിലയും $7 ആണ്. ഇതെല്ലാം ടോയ്സിൻ്റെ സെക്ഷനാണ്. ശരിക്കും പറഞ്ഞാലേ പിള്ളേരുടെ സാധനങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. പ്ലാസ്റ്റിക് ഫ്രീ പക്ഷെ പേപ്പർ ഫ്രണ്ട്ലി. ബാഗ്സ് ഇതാണ്ട് കളർ, സൈസ്, ഷേപ്പും ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, ഏത് വേണേൽ എടുക്കാം. ഇതൊക്കെ പ്ലാസ്റ്റിക് ട്രേസ് ആണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെയിം സാധനങ്ങൾ തന്നെ. ഏതെടുത്താലും $1.5. പക്ഷെ കണ്ടിട്ടേ അത്ര നല്ല ക്വാളിറ്റി അല്ലെന്ന് തോന്നുന്നു. പിന്നെ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ഇത് ധാരാളമാണല്ലോ. ഇതെല്ലാം ഫുഡിൻ്റെ ഏരിയ ആണ്. വലിയ എക്സ്പെൻസീവ് സാധനങ്ങളൊന്നുമല്ല, എല്ലാം ഫ്രോസൺ ആണ്. പിന്നെ അധികം പൈസ കയ്യിലില്ലെങ്കിലും അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ഒരു പാർട്ടി നടത്തണോ, അതിനാവശ്യമുള്ള ഡിസ്പോസിബിൾ സാധനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഗ്ലാസ്, പ്ലേറ്റ്, അങ്ങനെ എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം ഫുഡിൻ്റെ ഏരിയ ആണ്. ഓട്സ്, ബിസ്ക്കറ്റ്സ്, അങ്ങനെ സകല സാധനങ്ങളുണ്ട്. ഇതൊന്നും ഹൈ എക്സ്പെൻസീവ് ബ്രാൻഡ്സ് അല്ല, എല്ലാം നോർമൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. വീട്ടിലേക്കും ഓഫീസിലേക്കും ഒക്കെ ആവശ്യമുള്ള പേപ്പർ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, നാപ്കിൻസ്, ടിഷ്യൂസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വളരെ ചീപ്പാണ്. $1.5 ഉള്ളൂ ഓരോന്നിനും. എല്ലാം ഫിക്സഡ് പ്രൈസാണ്. ഇതൊക്കെ ക്ലീനിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഡസ്റ്റ്പാന്, മോപ്പ്, ചൂല്, പിന്നെ നമുക്ക് കിച്ചണിൽ പാത്രം കഴുകാൻ പറ്റുന്ന സ്ക്രബുകൾ, അങ്ങനെ സകല സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഇതൊക്കെ നമുക്ക് വാങ്ങാം. പക്ഷേ ഈ പ്ലാസ്റ്റിക് ഒക്കെ എത്രത്തോളം ലാസ്റ്റിംഗ് ആണെന്നുള്ളത് അറിയാത്തത്. ഇതെല്ലാം വാട്ടർ ബോട്ടിൽസ് ആണ്. ഉള്ളതിൽ എനിക്കിഷ്ടപ്പെട്ടതേ ഈ വാട്ടർ ബോട്ടിൽ മാത്രമാണ്. പല സൈസിലുള്ള കപ്പുകളുടെയും പ്ലേറ്റുകളുടെയും ഏരിയ ആണ്. ഇതിനെല്ലാം $1.50 ആണ്. പിന്നെ ഇതൊക്കെ നമുക്ക് വാങ്ങാം. ഇതൊന്നും നമ്മൾ ഡയറക്റ്റ് കൺസ്യൂം ചെയ്യുന്നില്ലല്ലോ. ഇതെല്ലാം കിച്ചൺ അക്സസറീസിൻ്റെ ഏരിയ ആണ്. തവികൾ, പിന്നെ ഹോൾഡേഴ്സ്, പിന്നെ പാനുകൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് മെയിനായിട്ട്. പിന്നെ സിലിക്കോണിൻ്റെ മെറ്റാലിക്കുമാണ് തവികളെല്ലാം തന്നെ. ഇതെല്ലാം മെഷറിംഗ് കപ്സാണേ. കുക്കിങ്ങിനും ബേക്കിങ്ങിനും ഒക്കെ ആവശ്യമുള്ള സാധനങ്ങൾ കറക്റ്റ് മെഷർ ചെയ്തെടുക്കാനുള്ള കപ്പുകളാണിതെല്ലാം. ഇവിടുത്തെ പ്രൊഡക്ട്സൊക്കെ നമ്മൾ ചൂസ് ചെയ്തെടുക്കണം. എല്ലാം ഒന്നും അത്രയ്ക്ക് നല്ലതല്ല. ഒരു പാർട്ടിയൊക്കെ നടത്താനേ നല്ല സാധനങ്ങൾ ഇവിടെ കിട്ടും.
അങ്ങനെ ഇത്രയും നേരവും അതിനകത്തൂടെ കറങ്ങി നടന്നിട്ട് ആകെ വാങ്ങിച്ചത് ഈ ഒരു ബോട്ടിലാണ്. സത്യം പറഞ്ഞാൽ ഇത് കാണാൻ കയറിയതായിരുന്നല്ലോ. ഈ ബോട്ടിലെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ അവരെന്തോ ഓർക്കുമെന്നുള്ള നാണക്കേടിൽ മേടിച്ചത്. അങ്ങനെ ഇതാണ്ട് ഒരു ബോട്ടിൽ വാങ്ങിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ നാട്ടിൽ പല ഹോട്ടലിൻ്റെയും മുന്നിൽ കാണുന്ന പോലെ ഇവനിങ്ങനെ മാടി മാടി വിളിക്കുന്നുണ്ട്.